ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു മന്ത്രി കെ രാജനും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെയും നേതൃത്വത്തിൽ ഇവിടെ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളും അതിനോടൊപ്പം തന്നെ ഇവർക്ക് സഹായങ്ങൾ നൽകുന്ന ആക്ഷൻ കൗൺസിലും അംഗങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായ നടപടികൾ, അതായത് SC/ST ആക്ട് ഉൾപ്പെടെ അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നടപടികൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ അടിയന്തരമായി ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കുക. അത് 10 ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം തന്നെ ഇന്ന് അത് നൽകാനായുള്ള തീരുമാനം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാകും ഇത്തരത്തിലുള്ള ധനസഹായം ലഭ്യമാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ക്യാബിനറ്റിൻ്റെ അംഗീകാരം വേണം. അതിനാൽ തന്നെ ആ ക്യാബിനറ്റിൽ നിന്ന് അംഗീകാരം വാങ്ങുന്ന നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ഈ വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നിപ്പോൾ മന്ത്രി കെ രാജൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്നും ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കുന്നതിന്, വിമാനമാർഗം തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ധാരണയും ആയിട്ടുണ്ട്. കൂടാതെ ഈ പ്രതികൾക്കെതിരെ കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും കുടുംബത്തിന് നൽകി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കുടുംബം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിച്ച സാഹചര്യത്തിൽ മൃതദേഹം ഈ നിലവിൽ മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റെടുക്കാനായുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എംബാം ചെയ്ത ശേഷമായിരിക്കും ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ഈ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കുക. ശരി, MS അലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സമരസമിതിയുടെ ഒരു പ്രതികരണം കൂടിയുണ്ട്, ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. അടിയന്തരമായിട്ട് പ്ലെയിനിൽ തന്നെ മൃതദേഹം എത്തിക്കാനാണ് കലക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനെയും ആ സമയത്ത് അവിടെ എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കലക്ടർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അത് കലക്ടർ നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും വളരെ ഗൗരവമായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ ഒരു അറിവ്, നമ്മൾ ഈ അട്രോസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.